ഹലോ ഹായ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് മാവാണ്. അപ്പോൾ ഇതിൽ എണ്ണയും ഒന്നും ചേർക്കാതെ എങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. ഇതൊരു അരിപ്പിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതായത് കണ്ടോ, ഈ പൊടിയാത്ത ഭാഗമാണ് ഗോതമ്പിൻ്റെ ഈ തൊലിയുടെ ഭാഗം വരുന്നത്. അത് നമ്മൾ നന്നായിട്ട് അരിച്ച് കളയണം. പിന്നെ ഇങ്ങനെ അരിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരിച്ച് വെക്കുന്നത്. അരിച്ചെടുത്ത മാവ് വെള്ളം ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. കുഴച്ച് ഞാനൊരു 15 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ കുഴയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് അരിക്കുമ്പം തന്നെ അതിനകത്തുള്ള വലിയ തരികളെല്ലാം മാറിയിട്ട് മാവ് നല്ല പൊടിയായിട്ടുള്ള മാവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കും. മാവ് ഞാൻ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തതാണിത്. നമുക്കിപ്പം 1 2 3 4 5 6 7 8 9 ചപ്പാത്തി ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ചെറിയ ബോൾസായിട്ടെല്ലാം ഉരുട്ടിയെടുത്ത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞ്, അപ്പോൾ നമുക്ക് ആദ്യം പരത്തി വെച്ചത് ആദ്യം ചൂടാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് പരത്തിയെ നമുക്ക് ഇങ്ങോട്ടെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും കൂടെ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പം. അല്ലെങ്കിൽ ആദ്യം ചപ്പാത്തി അതിലോട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു സൈഡ് പൊങ്ങി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിടാം. ഇതിപ്പോൾ ഇവിടെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചിടാം. ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരും.
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പിച്ചി കാണിച്ചു തരാം. ഇതാ നോക്കാം, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല രീതിയിൽ പൊള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.